നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ചരിത്രത്തിലാദ്യമായിട്ട് അയർലൻഡ് ഇന്ത്യൻ ടീമിന് മേൽ ഒരു പരമ്പര വിജയം നേടിയിരിക്കുന്നു. 2 മത്സരങ്ങളുടെ T20 പരമ്പര 2-0 അയർലൻഡ് തൂത്തുവാരി. ഈ മത്സരം ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. പല സംഭവ വികാസങ്ങൾ നിരവധി. ഇന്ത്യയുടെ 2 ഓപ്പണർമാരും ഗോൾഡൻ ഡക്ക്, സഞ്ജു സാംസണും അതുപോലെ അഭിഷേക് ശർമ്മയും. ഒടുവിൽ കളി തിലക് വർമ്മയുടെ ഒരു മികച്ച പോരാട്ട വീര്യം കൊണ്ടാണ് കളി അവസാനം വരെയെങ്കിലും എത്തിയത്. പിന്നെ ഹർഷിദ്റാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു ശ്രമമൊക്കെ നടത്തി. അവസാനം ഓവർ സംഭവ ബഹുലമായിരുന്നു. വൈഡും നോബോളും ഫ്രീ ഹിറ്റും, ആ ഫ്രീ ഹിറ്റ് തന്നെ ബോട്ടം എഡ്ജ് കൊണ്ട് ബൗണ്ടറി പോയതും ഫുൾ ടോസിൽ സിക്സർ അടിക്കാൻ ശ്രമിച്ച ഹർഷിദ്റാണ് ഔട്ടാകുന്നു. അവസാനം ഇന്ത്യക്ക് ഒരു പന്തിൽ ജയിക്കാൻ വേണ്ടത് 8 റൺസ്. അത് അവസാനം വന്ന ബാറ്റർ പ്രിൻസ് യാദവ് സിക്സറിന് പറത്തുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ടായില്ലല്ലോ, ഒരു റൺസിന് നമ്മുടെ ടീം പരാജയപ്പെട്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടം, ഒരു ത്രില്ലർ പോരാട്ടം എന്ന് പറയാം. ആ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ ടീം അയർലൻഡിനോട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ഒരു കാര്യമാണ്. കാരണം വേൾഡ് ചാമ്പ്യന്മാരാണ് നമ്മുടെ ടീം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടീം അയർലൻഡിൽ പോയിട്ട് പരമ്പര തോറ്റിരിക്കുന്നു. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് 154 റൺസ് അടിച്ചപ്പോൾ ഇന്ത്യൻ ടീമിന് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 153 റൺസിലേക്ക് എത്താനാണ് കഴിഞ്ഞത്. അതായത് ഒറ്റ റൺസിൻ്റെ പരാജയം സംഭവിച്ചിരിക്കുന്നു. അയർലൻഡിന് വേണ്ടി ഹാരി ടെക്ടറാണ് അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചത്. അദ്ദേഹം 47 പന്തിൽ 53 റൺസ് അടിച്ചിരുന്നു. അദ്ദേഹത്തെ കൂടാതെ മികച്ചൊരു സ്കോർ വന്നത് കാരിറ്റ്സിൽ നിന്നാണ്. അദ്ദേഹം 23 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചു. ഡോക്രയിൽ 14 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും 20 ഓവർ പൂർത്തിയാകുമ്പോൾ അവർ 154 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിലെടുത്തത്. ഇന്ത്യക്ക് വേണ്ടി പ്രിൻസ് യാദവ് 4 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ശിവൻ ദ്യൂബെ 3 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഹർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഹർഷിത് റാണ 3 ഓവറിൽ 17 റൺസിന് 1 വിക്കറ്റും എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴക്കുന്നു. ഗോൾഡൻ ഡക്കായിട്ട് സഞ്ജു സാംസൺ, പിന്നാലെ ഗോൾഡൻ ഡക്കായിട്ട് അഭിഷേക് ശർമ്മ. അതായത് ഒറ്റ റൺസ് ആയപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 2 വിക്കറ്റ് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. പിന്നീട് ഇന്ത്യക്ക് നായകനെ നഷ്ടപ്പെടുന്നു. ശ്രേയസ് അയ്യർ 7 പന്തിൽ നിന്ന് 10 റൺസാണ് അടിച്ചത്. മൂണ്ട്രയാണ് പറഞ്ഞു വിട്ടത്. സോ മൂണ്ട്ര തുടക്കത്തിൽ ഇന്ത്യക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. തിലക് വർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് രക്ഷപ്പെടുത്തുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഇഷാൻ കിഷൻ അനാവശ്യമായിട്ട് റണ്ണൗട്ടായത്. 11 പന്തിൽ നിന്ന് 12 റൺസാണ് അദ്ദേഹം അടിച്ചത്. പിന്നെ അക്സർ പട്ടേൽ തിലക് വർമ്മക്കൊപ്പം ചേർന്നു. പക്ഷേ മാത്യു ഹൊള്ളാർഡിൻ്റെ പന്തിൽ ലോർക്കൻ ടക്കർ പിടിച്ച് അദ്ദേഹം മടങ്ങി. 18 പന്തിൽ നിന്ന് 14 റൺസ്. ശിവൻ ദ്യൂബയും തിലക് വർമ്മയും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം. പക്ഷേ 16 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ച ശിവൻ ദ്യൂബെ പുറത്താകുന്നു. തിലക് വർമ്മ പിന്നീട് 46 പന്തിൽ നിന്ന് 55 റൺസ് അടിച്ച് നിൽക്കവേ അദ്ദേഹവും പുറത്തായി. ഷെഡ്ഗെ 5 പന്തിൽ നിന്ന് 1 റൺസ്. ഹർഷിത് റാണയുടെ ഒരു ശ്രമം കണ്ടു. 10 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 21 റൺസ് അടിച്ചു. അവസാന പന്തിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം പുറത്തായത്. ഹർഷ്ദീപ് സിംഗ് 4 റൺസ്. പ്രിൻസ് യാദവ് നേരിട്ട് ആദ്യ പന്ത് സിക്സറിന് പറത്തുകയും ചെയ്തു. മോണ്ട്രയുടെ ബൗളിംഗ് ആണ് ഇന്ത്യക്ക് തുടക്കത്തിൽ ആഘാതം ഏൽപ്പിച്ചതെങ്കിൽ പിന്നീട് ഹൊള്ളാർഡ് മികച്ച രൂപത്തിൽ വിക്കറ്റ് വീഴ്ത്തി. മോണ്ട്ര 4 ഓവറിൽ 32 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ഹൊള്ളാർഡ് 4 ഓവറിൽ 26 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തി. ഹംഫ്രീസിൻ്റെ ബൗളിംഗ് എടുത്ത് പറയണം. 4 ഓവർ 28 റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തുള്ള 1 വിക്കറ്റ് എടുത്തു. മക്കാർത്തി വിക്കറ്റ് എടുത്തില്ലെങ്കിലും 4 ഓവർ 22 റൺസിൻ്റെ മികച്ചൊരു ഒരു സ്പെല്ല് പറഞ്ഞു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശയാണ്. അയർലൻഡിൽ പോയിട്ടൊരു പരമ്പര പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.